ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പോലീസിൽ, ഒരാളുടെ പണിയും കളഞ്ഞില്ല. മാഡം നിങ്ങളൊക്കെയാണ് ഇതിന് പ്രധാന കാരണക്കാർ. ഇത് ഞാൻ നിങ്ങൾ ആരെയും വിളിച്ച് പറഞ്ഞത് നിങ്ങൾ ആരെയും അറിയാം. ഞങ്ങൾ പ്രതിയുടെ സംസാരിച്ചിട്ടേ ഇല്ല. ഭക്ഷണം കഴിച്ചോ ചോദിച്ചു, കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര ദിവസം എവിടെയാണെന്ന് ചോദിച്ചു, മലയിലായിരുന്നു പറഞ്ഞു. പിന്നെ ചോദിക്കാൻ പോകുന്നുള്ളൂ, അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചിട്ട് സ്ഥിതി അത്ര വഷളൊന്നുമില്ല. ആകെ 25 രൂപ വെച്ച് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങളത് മാനേജ് ചെയ്തോളൂ. ശരി. ഏതായാലും ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടത്. അദ്ദേഹം പറയുന്നത് ഈ പ്രതിയെ എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് പറഞ്ഞത്. കസ്റ്റഡിയിലുണ്ടായിരുന്ന ചേട്ടനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ട് പോലീസാണ് കൊണ്ടാക്കിയത്. അയാൾ വരുമെന്ന് നമുക്ക് ചേട്ടൻ പറഞ്ഞ സാറൊന്ന് വൈകുന്നേരം എന്തായാലും അവൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുള്ളതുകൊണ്ട് നമ്മൾ പോലീസാണ് ചേട്ടനെ തറവാട്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. പക്ഷേ അയാൾ തറവാട്ട് വീട്ടിലേക്ക് വരുന്നതിന് പകരം അയാളുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ആൾറെഡി പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, പാടത്ത്. അവരാണ് പിടിച്ചത്. നമ്മുടെ പോലീസുകാർ അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ല, വിശന്നിട്ട്. ഇനിയിപ്പോൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചരട് മാത്രം ഉണ്ടായില്ല. അത് ഞങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ലോക്കപ്പിലാക്കിയപ്പോൾ. നിങ്ങളെ മഹേന്ദ്ര സിംഹ സസ്പെൻഷനിലായതൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ശരി ശരി. വിശപ്പ് അത് പറഞ്ഞു, വിശന്നിട്ട് വയ്യ വല്ലതും വേണം പറഞ്ഞു, ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അന്ന് 4 ദിവസം എടുത്തു. ഇന്ന് ഞങ്ങൾ 48 മണിക്കൂറിനകം പിടിച്ചു. ബാക്കി നടപടികളൊക്കെ SP സാർ നാളെ വന്ന് പറയും. മീഡിയ ബ്രീഫിംഗ് നാളേക്ക് ഉണ്ട്. അപ്പോൾ നാളെ എല്ലാവരും വരും. മെഡിക്കൽ കഴിഞ്ഞു. പുള്ളി ആരോഗ്യവാനാണ്. BP നോക്കി, വിഷം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധന നടത്തി. നാട്ടുകാർ മലയിലൊക്കെ തരാനായിട്ട് നന്നായി സഹായിച്ചു. രാത്രി നാട്ടുകാരില്ല, നാട്ടുകാർ രാത്രി ഉണ്ടായിരുന്നെങ്കിൽ അവനെ തല്ലിക്കൊണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ സഹായം ഞങ്ങൾ രാത്രി ആവശ്യപ്പെട്ടില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ല. ഏതായാലും അതാണ് ആലത്തൂർ ഡിവൈഎസ്പിയുടെ വാക്കുകളാണ് കേട്ടത്. കൃത്യമായിട്ട് തന്നെ പോലീസിന് വിവരമുണ്ടായിരുന്നു ആ പ്രതി ഏത് ഭാഗത്തായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായുള്ള വിവരം പോലീസിന് ഉണ്ടായിരുന്നു. അതായത് ഈ മലയിലേക്ക് പോയിരിക്കാം എന്നുള്ളതായിരുന്നു പോലീസിന് നേരത്തെ തന്നെ സംശയമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മലയിലേക്ക് പോയിട്ടുള്ള ആ പ്രതി വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിനായി തിരികെ എത്തും എന്നുള്ളത് നേരത്തെ 2019 സജിത എന്ന യുവതിയെ കൊലപ്പെടുത്തിയ സമയത്ത് ഇത്തരത്തിലായിരുന്നു ഈ പ്രതി എങ്ങനെയായിരുന്നു ചെയ്ത ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇത്തവണയും അനുവർത്തിക്കുക എന്നുള്ളത് പോലീസിന് ഏറെക്കുറെ ഉറപ്പുണ്ടായിരുന്നു. ആ പോലീസിൻ്റെ അനുമാനം അത് ഏറെക്കുറെ ശരിയായി എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതി പിടിയിലായതോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2019 സജിത എന്ന ആ വീട്ടമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം പ്രതി ചെയ്ത അതേ രീതി തന്നെയാണ് ഇത്തവണയും ചെയ്തിരിക്കുന്നത്. ആദ്യം ആ 2019 സജിതയെ കൊലപ്പെടുത്തുന്നു. ആ കൊലപാതകം നടത്തിയതിന് ശേഷം കൊടുവാൾ എടുത്തുകൊണ്ടുപോയി സ്വന്തം വീട്ടിൽ ഒളിപ്പിക്കുന്നു. അതിനുശേഷം വസ്ത്രങ്ങൾ കത്തിക്കുന്നു. അവിടെ നിന്നും തൊട്ടടുത്ത മലയിലേക്ക് കടന്നു കളയുന്നു. ആ മലയിലേക്ക് കടന്നു കളഞ്ഞ പ്രതി അവിടെ നിന്നും വിശപ്പ് സഹിക്കാനാവാതെയാണ് ഏകദേശം 2 ദിവസത്തോളം മലയിൽ ചിലവഴിച്ച പ്രതി വിശപ്പ് സഹിക്കാനാവാതെയാണ് അന്ന് ആ 2019 താഴേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് അന്ന് ഈ പ്രതിയെ പോലീസ് പിടികൂടിയത്. അതേ പാറ്റേൺ തന്നെയാണ് ഇത്തവണയും പ്രതി ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇത്തവണയും ആ 2 കൊലപാതകങ്ങൾ നടത്തുന്നു. ആ കൊലപാതകങ്ങൾ നടത്തിയതിന് ശേഷം പിന്നീട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയി ഈ കൊടുവാൾ അവിടെ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം വീണ്ടും ആ മലയിലേക്ക് കടന്നു പോകുന്നു. മലയിൽ കഴിച്ചുകൂട്ടിയ ആ പ്രതി അവിടെ നിന്നും പാടവരമ്പിലൂടെ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. അതായത് ഇന്ന് രാവിലെ ഉൾപ്പെടെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്ന അതേ ആ വീടിന് മുന്നിലെ പാടവരമ്പ്, ആ പാടവരമ്പിലൂടെ പ്രതി നടന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. ആ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ആ പ്രതി ഭക്ഷണം കിട്ടാതെ വിശപ്പ് സഹിക്കാനാവാതെ വളരെ അവശനായിട്ടായിരുന്നു മലമുകളിൽ നിന്നും ഈ വീടിൻ്റെ ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി നടന്നു വരുന്ന കാഴ്ച കണ്ടത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മറ്റായുധങ്ങളോ ഒന്നും തന്നെ പ്രതിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനും അറസ്റ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും മെഡിക്കലും മറ്റുമൊക്കെ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ പറയുന്നത്. നാളെ ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് വിശദമായ വിവരങ്ങൾ പങ്കുവെക്കുമെന്നും ആലത്തൂർ ഡിവൈഎസ്പി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും 36 മണിക്കൂർ നീണ്ടുനിന്ന ആ ഒരു തിരച്ചിലിനൊടുവിൽ പ്രതി പിടിയിലാവുമ്പോൾ ഇനി നമുക്കറിയാനുള്ളത് ഈ പ്രതിയുടെ ഈ പോലീസ് ഇതുവരെ പ്രതിയോട് കാര്യമായി സംസാരിച്ചിട്ടില്ല. പോലീസിന് ഇനി പ്രതിയോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. നേരത്തെ ഈ 2019 സജിത എന്ന യുവതിയെ കൊലപ്പെടുത്തുമ്പോൾ ഒരു ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ചാണ്. അതായത് ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു തൻ്റെ കുടുംബം തകരുന്നതിന് കാരണമായത് ഒരു നല്ല നീളമുള്ള മുടിയുള്ള സ്ത്രീയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് സജിതയിലേക്ക് എത്തുകയും സജിതയുടെ മുടി വരെ മുറിച്ചുകൊണ്ടാണ്
അന്ന് കൊലപാതകം നടത്തിയിരുന്നത്. ഏതായാലും ഇത്തവണ ഇത്തരത്തിൽ ഏതെങ്കിലും ദുർമന്ത്രവാദികളെയോ മറ്റോ ഒക്കെ ഇയാൾ കണ്ടിരുന്നോ? ഇയാൾ വീണ്ടും ഇങ്ങനെ കൊലപാതകത്തിലേക്ക് കടക്കാൻ കാരണം എന്താണ്? അതല്ലെങ്കിൽ സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ നിരന്തരമായിട്ടുള്ള പക, ആ പക മൂലം വീണ്ടും ആ കുടുംബത്തെ മുഴുവൻ വകവരുത്തണമെന്ന ചിന്തയിൽ നേരത്തെ തന്നെ ആസൂത്രണം നടത്തിയുള്ള കൊലപാതകമാണോ? ജയിലിൽ കഴിഞ്ഞപ്പോൾ ഉൾപ്പെടെ ഈ കൊലപാതകിയുടെ ലക്ഷ്യം ഈ കുടുംബത്തെ മുഴുവൻ വകവരുത്തുക എന്നതായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അത് പോലീസിന് ഈ പ്രതിയുമായി കൂടുതൽ സംസാരിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴേതായാലും ഇതുവരെ പ്രതിയോട് കൂടുതൽ സംസാരിക്കാനോ മറ്റോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ആലത്തൂർ DYSP ആയ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേഷന് മുൻപിൽ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ പോലീസ് വീണ്ടും ഗേറ്റ് അടച്ചുകൊണ്ട് ഈ ജനങ്ങളെ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ്. ഏതായാലും ജനങ്ങൾ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പോലീസ് ആദ്യം അവരോട് അവിടെ ഈ സ്റ്റേഷൻ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറിയ ജനങ്ങളെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം പിന്നീട് ഗേറ്റിനെ ഈ ജനങ്ങൾ തല്ലി തുറക്കുകയും ആ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള മതിൽ തകരുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏതായാലും ഈ സ്റ്റേഷന് വെളിയിൽ നിൽക്കുന്ന ആ ആളുകൾ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അവരെല്ലാം വലിയ രോഷാകുലരായി തന്നെ തടിച്ചു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അവരൊക്കെ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഈ പ്രതിയെ തങ്ങൾക്ക് വിട്ടുതരൂ, ഈ പ്രതിയെ തങ്ങൾക്ക് വിട്ടുതരണം. കാരണം ഇത്തരത്തിൽ തങ്ങളുടെ നാട്ടിലെ ആ സ്വൈര്യ ജീവിതത്തെ തകർത്ത വ്യക്തിയെ തങ്ങൾക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാത്രി ഇത്ര വൈകിയും ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഒഴുകിയെത്തുന്നു. ആ പ്രദേശത്ത് നിന്നൊക്കെ ഇപ്പോൾ സമയം 11:39 പിന്നിടുന്നു. ഈ സമയത്തും നിരവധി ആളുകൾ ഈ സ്റ്റേഷൻ കോമ്പൗണ്ടിൻ്റെ ഭാഗത്തേക്ക്, സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് എത്തുന്ന കാഴ്ചയാണ്. ഏതായാലും ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസങ്ങളൊക്കെ വലിയ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രതിയുമായി ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിലാണ് ജനങ്ങൾ രോഷാകുലരായി നിൽക്കുന്നതെങ്കിൽ ആ ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെയാണ് തെളിവെടുപ്പും മറ്റുമൊക്കെ നടത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം തന്നെ ജില്ലാ പോലീസ് മേധാവി ഇനി നാളെ എത്തിയായിരിക്കും ഈ കൊലപാതകത്തിൽ കൂടുതൽ ബ്രീഫിങ്ങും മറ്റുമൊക്കെ നടത്തുക. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഈ പ്രതി പിടിയിലായ സംഭവം. കാരണം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്, പോലീസ് ഇന്ന് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തി. അതായത് രാവിലെ മുതൽ തന്നെ പോലീസ് വലിയ രീതിയിൽ ഈ ഭാഗത്തൊന്നടങ്കം തിരച്ചിൽ നടത്തുകയായിരുന്നു. കൊലപാതകം നടത്തിയ ആ പ്രദേശം പോത്തുണ്ടി മേഖലയിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിലാണ് രാവിലെ മുതൽ തന്നെ നടത്തിയത്. ആദ്യം മലനിരകൾ കേന്ദ്രീകരിച്ചും പ്രദേശത്തെ കൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ പ്രദേശത്തെ കോറികൾ കേന്ദ്രീകരിച്ചും പ്രദേശത്തെ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനയായിരുന്നു പോലീസ് നടത്തിയിരുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പരിശോധന നടത്തിയിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ ഈ പോലീസ് ബ്രീഫ് ചെയ്യുന്ന സമയത്ത് പോലീസിനോട് ജില്ലാ പോലീസ് മേധാവി ബ്രീഫ് ചെയ്യുന്ന സമയത്ത് പോലും യാതൊരു തരത്തിലും പോലീസിന് കൂടുതൽ ഡെവലപ്മെൻറ്റുകളൊന്നും ഉള്ളതായിട്ട് മാധ്യമങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസിന് ആ നിമിഷത്തിലൊക്കെ ലഭിച്ച വിവരം ഒന്ന് മാത്രമാണ്. ആ സമയത്തൊക്കെ ലഭിച്ച വിവരം എന്നുള്ളത് ഈ പ്രതി മലഭാഗത്തേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് ആ മലഭാഗത്തേക്ക് കടന്നിട്ടുള്ള പ്രതിയെ കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ പ്രതി ഏതായാലും വിശപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രതിയാണ്. അങ്ങനെ വിശപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രതി, ആ പ്രതിയെ പിടികൂടുന്നതിന് വിശപ്പ് സഹിക്കാനാവാത്ത പ്രതി ഈ സ്റ്റേഷനിലേക്ക് തന്നെ എത്തുമെന്നവർ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ അനുമാനം ശരിയായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിയുടെ മൊഴിയെടുക്കുകയാണ്. പോലീസ് പ്രതിയോട് ചോദിച്ചറിയുകയാണ് കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ഈ പ്രതി എന്തെല്ലാമാണ് അതിൻ്റെ മോട്ടീവ്, അതല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം പ്രതി എങ്ങോട്ടാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇയാളോട് ചോദിച്ചറിയുകയാണ്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി ഓരോ കാര്യങ്ങളും പോലീസിനോട് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ പോലും യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് അയാൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്താനുണ്ടായ കാര്യങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ പോലീസിനോട് വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും 3 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആ സൈക്കോ ക്രിമിനൽ ഓരോ കാര്യവും പോലീസിനോട് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഇങ്ങനെ വിവരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്.